രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ രാത്രി ഡിന്നറിനായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ചോറോ അരിയോ ഉഴുന്നോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻസിനും അത്യുത്തമമായ ഒരു ഹെൽത്തി റെസിപ്പി കൂടിയാണിത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു മെഷറിംഗ് കപ്പിൽ 3/4 കപ്പോളം റാഗി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു 3/4 കപ്പോളം ചെറുപയർ പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരേ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരു 4-5 തവണ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ വൃത്തിയായിട്ട് അതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ 2 മണിക്കൂറാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. 2 മണിക്കൂറിന് ശേഷം ഇതുപോലെയാണുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ മുഴുവനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററിനുള്ളത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ഈ ഒരു ബാറ്റർ നമ്മളൊരു ബൗളിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് വേണ്ട. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അത് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താണ് കേട്ടോ. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മല്ലിയില വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൽ മെയിനായിട്ട് ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ് 1 കപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഈ ഒരു കപ്പിന് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു സ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ 1 സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകമാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ട് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്കിലാണ് കേട്ടോ അപ്പോൾ ഇതുള്ളത്. ഇനി നമ്മൾ ഒരു തവ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1-1.5 തവി നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പരത്തുന്നില്ല. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഭാഗം ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ റാഗിയിൽ ധാരാളമായിട്ട് ഫൈബർ അയണൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻസിനും അത്യുത്തമമായിട്ടുള്ളൊരു ഹെൽത്തി റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ചെറുപയറാണെങ്കിലും ധാരാളം ഗുണങ്ങൾ അടങ്ങിയ ഒന്നായതുകൊണ്ട് എല്ലാവർക്കും വളരെ നല്ലതാണ് അത് കഴിക്കുന്നത് കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് നമ്മൾ ചോറോ അരിയോ ഉഴുന്നോ ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. ബാക്കിയുള്ള ദോശയെല്ലാം തന്നെ നമ്മളിതുപോലെ ചുട്ടെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശ നമുക്ക് തേങ്ങാ ചട്നിയുടെ ഒപ്പമൊക്കെ സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പൊതുവേ റാഗി നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഗുണങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഡയറ്റിലൊക്കെ റാഗി ഉൾപ്പെടുത്താൻ നോക്കുക. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും ഷുഗർ പേഷ്യൻസിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി മൂംഗ് ദാൽ പാൻ കേക്കാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്, നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം നല്ലൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചട്നിയും സാമ്പാറിൻ്റെ ഒപ്പമാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ റാഗി ആണെങ്കിലും ചെറുപയറാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ളവയാണ്.
അപ്പോൾ നമ്മളത് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്